ഓട്ടോ ഓടിച്ചു മാത്രം 50 കോടിയിലധികം സ്വത്ത് സമ്പാദിച്ച ആളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാൾ ഉണ്ടെന്നാണ് അയോധ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ. ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എന്നത് അയോധ്യയുടെ ചരിത്രം കൂടിയാണ്. കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ അഭിമാനം എന്നൊക്കെ സംഘപരിവാർ വിശേഷിപ്പിക്കുന്ന അയോധ്യ രാമക്ഷേത്രം ഇപ്പോൾ കോടികളുടെ കവർച്ചാ കേസിൽ കൂടി ശ്രദ്ധേയമാവുകയാണ്. ഇവിടെ നിന്നുമാണ് ഓട്ടോ ഓടിച്ച് കോടീശ്വരനായ പാവം ഡ്രൈവറുടെ വിവരങ്ങൾ കൂടി വരുന്നത്. രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ VHPയുടെ ദേശീയ ഉപാധ്യക്ഷനുമായ ചമ്പത് റായുടെ ഏറ്റവും അടുത്ത അനുയായിയും അദ്ദേഹത്തിന്റെ സ്ഥിരം ഡ്രൈവറുമായ രാം ശങ്കർ യാദവ് കവർച്ചാ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. അയോധ്യയിൽ ടിന്നു എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ രാം ശങ്കർ യാദവിന് ഇപ്പോൾ അയോധ്യയിൽ മാത്രം 50 കോടി രൂപയുടെ അവിശ്വസനീയമായ ആസ്തിയുള്ളതായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ക്ഷേത്ര നടത്തിപ്പിലും ലോക്കൽ പൊളിറ്റിക്സിലും വലിയ പ്രമാണിച്ചമഞ്ഞ് നടന്നിരുന്ന ഇയാളോട് ഇത്രയും വലിയ ആസ്തിയുടെ ഉറവിടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചും വായ്പ വാങ്ങിയുമാണ് താൻ ഇതെല്ലാം സമ്പാദിച്ചത് എന്ന മറുപടിയാണ് ഇയാൾ നൽകിയിരിക്കുന്നത്. പ്രതിദിനം 1 കോടിയിലധികം രൂപ നടവരവ് മാത്രമുള്ള അതീവ സുരക്ഷാ മേഖലയായ ഈ ക്ഷേത്രത്തിലെ പ്രധാന ഭണ്ഡാരങ്ങളുടെ താക്കോൽ സൂക്ഷിച്ചിരുന്നത് ഈ പറയുന്ന ഡ്രൈവർ രാം ശങ്കർ യാദവ് ആയിരുന്നു. SIT സംഘം ഇയാളിൽ നിന്ന് ക്ഷേത്ര ഭണ്ഡാരങ്ങളുടെ താക്കോലുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ കോടികൾ കുമിഞ്ഞുകൂടുന്ന ഒരു ക്ഷേത്ര ട്രസ്റ്റിന്റെ ഔദ്യോഗിക ഭണ്ഡാര താക്കോലുകൾ എങ്ങനെയാണ് ഒരു സാധാരണ ഡ്രൈവറുടെ കൈവശം എത്തിയത് എന്ന ചോദ്യത്തിന് ട്രസ്റ്റിനോ UP പോലീസിനോ ഇതുവരെ വ്യക്തമായ മറുപടിയില്ല. മറ്റൊരു കാര്യം CCTV ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സംഭാവനകൾ എണ്ണുന്ന അതീവ സുരക്ഷാ മുറിയിലെ CCTV ദൃശ്യങ്ങളിൽ വെറും 45 ദിവസത്തെ റെക്കോർഡിംഗുകൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. ബാക്കിയുള്ള ദൃശ്യങ്ങൾ ആസൂത്രിതമായി മായ്ച്ചു കളഞ്ഞത് കൊള്ളയുടെ വ്യാപ്തി മറച്ചുവെക്കാനാണെന്നത് വ്യക്തമാണ്. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്ന് പ്രവർത്തനം ആരംഭിച്ച 2024 ശേഷം അവിടെയുള്ള പല ജീവനക്കാരുടെയും ആസ്തി പല മടങ്ങ് വർദ്ധിച്ചതായി അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു സാധാരണ ഡ്രൈവർക്കും ജീവനക്കാർക്കും സ്വന്തം നിലയ്ക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയും വലിയൊരു കൊള്ള നടത്താൻ കഴിയുക? ഇതിനു പിന്നിൽ ട്രസ്റ്റിലെയും ഭരണകൂടത്തിലെയും ആരുടെയൊക്കെ നേതൃത്വവും മാർഗനിർദ്ദേശങ്ങളുമാണ് ഉള്ളത് എന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ അന്വേഷണ സംഘം ഇപ്പോൾ നിശബ്ദത പാലിക്കുകയാണ്. ക്ഷേത്രത്തിലെ ഇത്രയും വലിയ കൊള്ള സംബന്ധിച്ച് വാർത്തകൾ വരികയും പ്രതിപക്ഷം അത് ആയുധമാക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ UP സർക്കാർ തയ്യാറായത് എന്നതുകൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. രാജ്യത്തെ ഞെട്ടിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ സ്വീകരിച്ച അതേ അന്വേഷണ ശൈലിയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ വലിയ സ്രാവുകളെയും ഉന്നത അധികാരികളെയും സംരക്ഷിച്ച് ഏറ്റവും അവസാന കണ്ണികളായ പ്രാദേശിക ഏജന്റുമാരെ മാത്രം അറസ്റ്റ് ചെയ്ത് വാർത്ത സൃഷ്ടിച്ച് ഉത്തരവാദിത്തം അവസാനിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ഇപ്പോൾ അയോധ്യയിലെയും അന്വേഷണം നടക്കുന്നത് ഇതേ മാതൃകയിലാണ്. കേസിൽ ഇതുവരെ ഉൾപ്പെടുത്തിയ 9 പേരിൽ 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം പരസ്പരം ബന്ധമുള്ളവരാണ്. ഡ്രൈവറായ ടിന്നുവിന്റെ സ്വന്തം അനന്തിരവനായ മനീഷ് കുമാർ യാദവ്, മറ്റൊരു പ്രധാന പ്രതിയായ രാം ശങ്കർ മിശ്ര, ഇയാളുടെ മകൻ അനുകൽപ് മിശ്ര, മരുമകൻ ലവ് കുമാർ മിശ്ര എന്നിവരാണ് പ്രതിപട്ടികയിലുള്ളത്. അതായത് ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിച്ചിരുന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയായിരുന്നു. വിവരങ്ങൾ പുറത്തായതോടെ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് തന്റെ രാജ്യസന്നദ്ധത പ്രഖ്യാപിച്ച് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു പ്രമുഖ ട്രസ്റ്റിയായ അനിൽ മിശ്ര പൂർണ്ണ മൗനത്തിലാണ്. ബാബറി പള്ളി തകർത്ത കർസേവയുടെ കാലം മുതൽ RSS VHP സംഘടനകളുടെ മുൻനിരയിലുള്ള ഇവർ രണ്ടുപേരുമാണ് ഈ ട്രസ്റ്റിനെ നയിക്കുന്നത്. ഭക്തർ കാണിക്കയായി സമർപ്പിച്ച പണത്തിനും സ്വർണ്ണ ഉരുപ്പടികൾക്കും കൃത്യമായ കണക്കോ രസീതോ സൂക്ഷിച്ചിരുന്നില്ല എന്നതാണ് ഈ കൊള്ളയ്ക്ക് വഴിമരുന്നിട്ടത്. ചമ്പത് റായ്ക്ക് നേരിട്ട് സംഭാവനകൾ കൈമാറിയ ഭക്തർ വരെ പിന്നീട് രസീത് ലഭിക്കാത്തതിനെ തുടർന്ന് പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മുൻപ് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ശിവസേന പോലും ഇപ്പോൾ പരസ്യമായ പരാതിയുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. തങ്ങൾ ക്ഷേത്ര ട്രസ്റ്റിന് നൽകിയ 1 കോടി രൂപയ്ക്കും വെള്ളിക്കട്ടകൾക്കും യാതൊരുവിധ രസീതും ലഭിച്ചിട്ടില്ലെന്നാണ് ശിവസേനയുടെ വെളിപ്പെടുത്തൽ. UP സർക്കാർ തന്നെ ആരോപണ നിലയിലാവുകയും അന്വേഷണം പ്രഖ്യാപിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരിക്കുന്നത് എന്നതുകൂടി പ്രധാനമാണ്. ഇത്രയും വലിയ വെട്ടിപ്പ് നടന്നിട്ടും പ്രതികളിൽ നിന്ന് SITക്ക് ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞത് വെറും 79.85 ലക്ഷം രൂപ മാത്രമാണ്. കോടികൾ കവർ ചെയ്യപ്പെട്ട കേസിൽ ഈ തുക വളരെ നിസ്സാരമാണ്. ഭക്തർ നൽകിയ പണം എത്രമാത്രം അനാദരവോടെയാണ് ഇവർ കൈകാര്യം ചെയ്തത് എന്നതിന്റെ തെളിവാണ് ക്ഷേത്രത്തിലെ കാണിക്കപ്പണം പലപ്പോഴും അവിടുത്തെ ശുചിമുറിയിലാണ് സൂക്ഷിച്ചിരുന്നത് എന്ന കണ്ടെത്തൽ. അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 6 പേർ ബാങ്ക് ജീവനക്കാരാണെന്നാണ് പ്രോസിക്യൂഷൻ ഓഫീസർ KC വർമ്മ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ബാങ്കിൽ നിന്ന് കൃത്യമായി ശമ്പളം പറ്റിയിരുന്ന ഈ ഉദ്യോഗസ്ഥരാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങളുടെ താക്കോലുകൾ കൈവശം വെച്ചിരുന്നതും പണമെണ്ണുന്നതിന് മേൽനോട്ടം വഹിച്ചിരുന്നതും. ട്രസ്റ്റ് നടത്തിയ ഭൂമി ഇടപാടുകൾ മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളും കാണിക്ക പിരിവും വരെ അയോധ്യയിലെ നാട്ടുകാർ കൃത്യമായി കണ്ടു നിൽക്കുകയായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞാണ് രാജ്യം മുഴുവൻ വിദ്വേഷവും വിഭാഗീയതയും കത്തിച്ച് BJP സംഘപരിവാർ ശക്തികൾ അധികാരം പിടിച്ചെടുത്തത്. അതിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു.
എന്നാൽ ഇതേ അയോധ്യയിലെ ജനങ്ങൾ ക്ഷേത്രത്തിന്റെ മറവിൽ നടന്ന ഭൂമാഫിയകളുടെ വിളയാട്ടവും അഴിമതിയും നേരിട്ട് കണ്ട് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുകയായിരുന്നു. അയോധ്യയിലെ കൊള്ളസംഘത്തെക്കുറിച്ച് സമാജ്വാദി പാർട്ടി നേതാവ് പവൻ പാണ്ഡെയാണ് ആദ്യം പരസ്യമായി പ്രതികരിച്ചത്. പിന്നീട് ഭരണപക്ഷത്തു നിന്ന് തന്നെ ഇടഞ്ഞു നിന്ന BJP നേതാവ് ഡോക്ടർ രജനീഷ് സിംഗും മുൻ MP ബ്രിജ്ഭൂഷൺ സിംഗും പരസ്യ വിമർശനവുമായി രംഗത്തെത്തി. ഇതോടെ നിൽക്കക്കള്ളിയില്ലാതെയായി തീർന്ന രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണ സമിതി ചെയർമാനും പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ നൃപേന്ദ്ര മിശ്രയും കാര്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിതനായി. പ്രധാനമന്ത്രിയുടെ മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി അംഗമായ സൂര്യപ്രകാശ് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ വിശദമായ ലേഖനത്തിലും ഈ സാമ്പത്തിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കേസിന്റെ അന്വേഷണം തങ്ങളിലേക്ക് നീളുമെന്ന് കണ്ടപ്പോൾ യഥാർത്ഥ സൂത്രധാരന്മാർ സ്വയം പരാതിക്കാരായി മാറുന്ന വിചിത്രമായ കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ചമ്പത് റായിയും അനിൽ മിശ്രയും ഇപ്പോഴും നിയമത്തിന്റെ പരിധിക്ക് പുറത്ത് സുരക്ഷിതരായി കഴിയുമ്പോൾ ക്ഷേത്രം മാനേജർ ഗോപാൽ റാവുവാണ് കാര്യങ്ങൾ കൈവിടുമെന്ന ഘട്ടത്തിൽ പോലീസിൽ പരാതി നൽകിയത്. ഗോപാൽ റാവുവോ ട്രസ്റ്റിലെ മുതിർന്ന RSS പ്രതിനിധി കൃഷ്ണമോഹനോ നിലവിൽ അന്വേഷണ പരിധിയിലില്ല. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അന്വേഷണ സംഘം ഇവരെ സുരക്ഷിതമായ അകലത്തിലാണ് നിർത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ ഈ അഴിമതി വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചന എന്ന് പറഞ്ഞ് പതിവ് പോലെ വിഷയം മാറ്റാനാണ് യോഗി ആദിത്യനാഥ് ശ്രമിച്ചത്. എന്നാൽ വസ്തുതകൾ ഓരോന്നായി പുറത്തു വന്നപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. ഉത്തർപ്രദേശിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേസ് എത്രയും വേഗം ഒതുക്കി തീർക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. അയോധ്യ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ സംഘപരിവാർ രാഷ്ട്രീയവും അഴിമതിയും എപ്പോഴും ഒരുമിച്ചാണ് സഞ്ചരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. തർക്കമന്ദിരത്തിന്റെ കാലത്ത് ക്ഷേത്ര നിർമ്മാണത്തിനായി ജനങ്ങളിൽ നിന്ന് സംഭാവനയായി സ്വീകരിച്ച തുകയിൽ 1400 കോടി രൂപ VHP നേതാക്കൾ സ്വന്തം ആവശ്യങ്ങൾക്കായി തട്ടിയെടുത്തെന്ന് നിർമോഹി അഖാഡ മുൻപ് പരസ്യമായി ആരോപിച്ചിരുന്നു. 1980കളിലും 90കളിലും ശിലാപൂജയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം ഇഷ്ടികകളും പണവും ശേഖരിച്ചപ്പോൾ അതിനൊന്നും യാതൊരു കണക്കുമുണ്ടായിരുന്നില്ല. പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഘട്ടത്തിൽ പോലും ട്രസ്റ്റിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിച്ച് പ്രസാദ വിൽപ്പനയുടെ പേരിൽ കോടികൾ തട്ടിയെടുത്ത വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. വെറും 2 കോടി രൂപയ്ക്ക് വാങ്ങിയ ഭൂമി മിനിറ്റുകൾക്കകം 18.5 കോടി രൂപയ്ക്ക് ട്രസ്റ്റിന് മറിച്ചുവിട്ട റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. പ്രദേശത്തെ പാവപ്പെട്ട ദളിതരുടെ ഭൂമി വ്യാജരേഖകൾ ചമച്ച് തട്ടിയെടുക്കുകയും ചെയ്തു. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജികൾ സമർപ്പിക്കപ്പെട്ടെങ്കിലും അടിയന്തരമായി വാദം കേൾക്കാൻ കോടതി തയ്യാറായില്ല എന്നതും ഖേദകരമാണ്. ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണ നാടകങ്ങൾ ഭക്തരുടെ പണം നേരിട്ട് മോഷ്ടിച്ചതിനെ കുറിച്ച് മാത്രമുള്ളതാണ്. എന്നാൽ ഭൂമി ഇടപാടുകളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും നടന്ന കോടിക്കണക്കിന് രൂപയുടെ വൻ അഴിമതികൾ ഇപ്പോഴും മൂടിവെക്കപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത. വിശ്വാസത്തെ രാഷ്ട്രീയ ആയുധമാക്കുകയും വിശ്വാസികളുടെ പണം കൊള്ളയടിക്കുകയും ചെയ്ത ഈ ഉന്നത സിൻഡിക്കേറ്റിന്റെ യഥാർത്ഥ മുഖം രാജ്യാന്തര തലത്തിൽ തന്നെ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.